ഇത് ജനനിമിടമായ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പാലക്കാട് ആ അലങ്കരിച്ച വാഹനത്തിൽ ശോഭാ സുരേന്ദ്രനുണ്ട്. നിൽക്കുന്ന മണ്ഡലത്തിലെല്ലാം ചില വിജയങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും നല്ല ശതമാനം വോട്ട് പിടിച്ചിട്ടുള്ള ചരിത്രമുണ്ട്. എല്ലായിടത്തും എവിടെ പോയാലും അവിടെ വലിയ വോട്ട് ശതമാനം കൂട്ടുന്ന ശീലമുള്ള ആളാണ് ശോഭാ സുരേന്ദ്രൻ. ഇക്കുറി പാലക്കാട് അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് മത്സരമാണ്. രമേശ് പിഷാരടി, ശോഭാ സുരേന്ദ്രൻ, NMR റസാഖ് വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്ന് ഇപ്പോഴും ഒരു ധാരണയിൽ ആര് ജയിക്കുമെന്ന അൺപ്രഡിക്റ്റബിലിറ്റി ഉള്ള 10 മണ്ഡലങ്ങൾ എടുത്താൽ അതിലൊരു രണ്ടാമത്തെ മൂന്നാമത്തെ പേര് ഉറപ്പായും പാലക്കാടാണ്. പാലക്കാട് അത് കഴിഞ്ഞ തവണയും കഴിഞ്ഞ ബൈ ഇലക്ഷനും ഏതാണ് അങ്ങനെ പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നതാണെങ്കിൽ കൂടിയും ചരിത്ര ഭൂരിപക്ഷത്തിൽ അവിടെ കോൺഗ്രസ് ജയിക്കുന്ന കണ്ടു. അവിടെ ഇവിടെ അവിടെ മലപ്പുറത്ത് വീണ്ടും സംഘർഷാവസ്ഥ അങ്ങനെ തന്നെ തുടരുകയാണ്. പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ കഷ്ടപ്പെടുന്നുണ്ട് സംഘർഷാവസ്ഥ ഉണ്ടാവാതിരിക്കും. പക്ഷേ ഇത്ര നേരമായിട്ടും ഒരു കയ്യാങ്കളിയോട് പോയ ഭാഗ്യം ഈ പറഞ്ഞ വാക്പോര് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനിടയിൽ പോലീസുകാരോട് ഇടയ്ക്ക് കോട്ട പോലെ ഒന്ന് കഷ്ടപ്പെടുകയാണ്. ഏതെങ്കിലും മുതിർന്ന നേതാക്കളുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഇറങ്ങി പ്രവർത്തകരുടെ ആവേശമൊന്ന് അടക്കി വെക്കാൻ പറയേണ്ടതാണ്. കാരണം ഇത് പിടിവിട്ടു പോയാൽ ഇത്രയധികം ആൾക്കൂട്ടത്തിൽ പോലീസുകാർ അതിനുവേണ്ടിയുള്ള പോലീസുകാർ അവിടെ ഇല്ല. അങ്ങനെ നല്ലതല്ല. അത് ഇത്ര സമയമായി നിൽക്കുന്ന ഈ ആവേശത്തിന് വൈബിനെ കെടുത്തു കളയുന്നതാകും. ആ അങ്ങനെ തല്ലിലേക്ക് പോകാതിരിക്കേണ്ട കാര്യങ്ങൾ. എന്തായാലും കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഇനിയിപ്പോൾ അരമണിക്കൂറും 10 മിനിറ്റും മാത്രമാണ് ബാക്കി. എന്തായാലും ഓളം ഉണ്ടാക്കുന്നു ആഷ്മി. അപ്പൊ നമുക്ക് എന്തായാലും ആര് മാറിയാലും ഒന്നാമത് 24 അല്ലേ? ഓളം ഉണ്ടാക്കാൻ 24 അല്ലാതെ മറ്റാര്? നമുക്ക് ഒരു കാര്യം ഓളം ഉണ്ടാക്കിയാലോ? 24 ജയിക്കും. ക്യാമറമാൻ ടേക്ക് അവർ വിഷ്വൽ. ഓക്കെ. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളുടെ ആകാശത്തു നിന്നുള്ള കാഴ്ചകളാണ്. ക്രെയിനിൽ പാറി പറക്കുന്ന കാഴ്ച. എനിക്ക് തോന്നുന്നു ഇത് എവിടെയാണ് സ്ഥലം. ക്രെയിനിലൂടെ പ്രവർത്തകരുടെ ആവേശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.